ഹായ് ഫ്രണ്ട്സ്. ചില വ്യക്തികളെങ്കിലും മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാറുണ്ട്. മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന കുറ്റകരമാണ്. പക്ഷേ നമ്മുടെ ജീവന് തന്നെ ആപത്താണെന്നുള്ള പല പ്രാവശ്യം പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. കുടുംബമുണ്ട്, കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് എന്നൊക്കെ ആരും പലപ്പോഴും ചിന്തിക്കാറില്ല. അപ്പോൾ ഇവിടെ ഞാനൊരു വീഡിയോ കണ്ടത്, ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഒരു മദ്യപിച്ച് വണ്ടിയിലേക്ക് കയറി ആദ്യം ഒരു സൈഡിലേക്ക് വീണു. അത് നിവർത്തി വെച്ചിട്ട് വീണ്ടും അദ്ദേഹം അതാ കയറാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം ആ വണ്ടിയെ നിവർത്തി വെക്കാൻ നോക്കുകയാണ്. നല്ലവണ്ണം മദ്യപിച്ചിട്ടുണ്ട്. അദ്ദേഹം വേറെ കയറാൻ നോക്കുന്നതും വണ്ടി നേരെ ആ മറു സൈഡിലേക്ക് മറിഞ്ഞു. അതൊരു കനാലായിരുന്നു. കനാലിൽ വീണു. ഇത് ഭാര്യയാണ് എടുത്തതെങ്കിലും അവർ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാര്യ എടുത്തതെന്തെന്ന് വെച്ചാൽ, ഇദ്ദേഹം നേരെ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കാം. മദ്യപിച്ച എങ്ങനെയൊക്കെയാണ് ദൂഷ്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് കാണിച്ചു കൊടുക്കാം എന്നുദ്ദേശിച്ച് പാവം പുള്ളിക്കാരത്തി എടുത്തതാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പം ആൾക്കാർ ഒരുപാട് മോശം കമൻ്റ് ഇട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും മദ്യപിക്കുന്ന വ്യക്തികളോട് ആരും പറഞ്ഞാൽ അവർക്ക് ശരിക്കും മനസ്സിലാവില്ല. തൻ്റെ ഭാഗത്തുണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് എങ്ങനെ സങ്കടം വരുന്നു എന്നുള്ളത് ആർക്കും മനസ്സിലാവില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. മദ്യപിച്ച് പോയിട്ടുണ്ടോ പിന്നെ ആ വ്യക്തികൾ എപ്പോഴും അതിൻ്റെ പിന്നാലെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം മദ്യപിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും വാഹനം ഓടിക്കുമ്പോൾ മദ്യപാനം പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും അറിഞ്ഞിരിക്കണം. കഴിയുന്നതും അമിതമായി മദ്യപിക്കരുത്. കാശ് കൊടുക്കുന്നു, മദ്യപിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ പല രോഗങ്ങളും ഉണ്ടാക്കുന്നു. മിക്കവാറും മദ്യപിക്കുന്ന വ്യക്തികൾ അവസാനം അവരുടെ ലിവറിന് പ്രശ്നമാവുന്നുണ്ട്, പിന്നെ കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ടാവുന്നു. ലാസ്റ്റ് നിമിഷം ഇതൊക്കെ ആവുമ്പോൾ അവർ പിന്നെ ഭയങ്കര സങ്കടമാവും. ഭാര്യയെടുത്ത് സ്നേഹം വരും, മക്കളെടുത്ത് സ്നേഹം വരും. അത് പറഞ്ഞിട്ട് കാര്യമല്ല. തക്ക സമയത്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒഴിവെച്ച് മദ്യപാനമൊക്കെ ഒഴിവാക്കി ജീവിതം കൊണ്ടുപോയി തീർച്ചയായിട്ടും എന്ത് സന്തോഷമായിരിക്കും. മക്കൾക്ക് സന്തോഷമായിരിക്കും, ഭാര്യയ്ക്ക് സന്തോഷമായിരിക്കും, ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഭാര്യയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ പലർക്കും വഴക്കും പ്രശ്നം ഉണ്ടാവുന്നു. ഈ മദ്യപിച്ച് വരുമ്പോൾ വീട്ടിലെ കാര്യം ഒന്നും ചിന്തിക്കില്ല. പലതും പറഞ്ഞു വീട്ടിൽ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. വീട്ടുകാർ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്. ആ ജീവിതം എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതിന് ഒരു ചിന്തയും ഈ ഭർത്താവിനുണ്ടായിരിക്കില്ല, മദ്യപിച്ചുകൊണ്ട് വരുന്നവർക്കുണ്ടായിരിക്കില്ല. അപ്പൊ അതൊക്കെ കൊണ്ടാണ് കുടുംബങ്ങളിൽ മദ്യപാനികളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ മദ്യപിക്കാതിരിക്കുന്ന സമയത്ത് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഭയങ്കര സ്നേഹമായിരിക്കും. മദ്യപിച്ചിട്ട് വരുമ്പം അവർക്ക് സ്വയം ഒരു ചിന്തയുണ്ട്, ഞാൻ മദ്യപിച്ചിരിക്കുന്നു, എനിക്ക് വീട്ടിലുള്ളവരെയൊക്കെ വഴക്ക് പറയും, അവരെല്ലാം മദ്യം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചോളും എന്ന് വിചാരിക്കും. മറ്റൊരു തരത്തിൽ ഇവരുടെ തലച്ചോറിന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സ്ഥിരം മദ്യപിക്കുന്നവർക്ക്. അപ്പോൾ എന്തിനാണ് കാശ് കൊടുത്ത് വിനയെ വിളിച്ചു വരുത്തുന്നത്? എല്ലാവരും ചിന്തിക്കുക, നമ്മൾ മദ്യം എന്ന് പറയുന്ന ദൂഷ്യമാണ്. മക്കള് അനാഥരാവും, ഭാര്യ അനാഥയാവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വീട്ടില് വളരെയധികം സ്നേഹത്തിലല്ലേ നിങ്ങളെ ഭാര്യ കാത്തിരിക്കുന്നതും ഓരോ കാര്യങ്ങളും തരുന്നത്. ചില കുടുംബങ്ങളിൽ മാത്രമാണ് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉള്ളത്. ഓരോരുത്തരുടെ സംസാര രീതി മൂലം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ്. ഈഗോ മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ്. യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താവ് എന്നുള്ള ബന്ധം നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോയാൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഈ പറയുന്ന എനിക്കായാലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഘട്ടങ്ങളുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ സമാധാനപ്പെട്ട് സ്നേഹം കൊടുത്ത് മുന്നോട്ട് പോയപ്പോൾ അതെല്ലാം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആയി വരുന്നുണ്ട്. എപ്പോഴും നമുക്കൊരു താങ്ങും തണലും ആയിരിക്കുന്നുണ്ട്. എപ്പോഴും കൂടാനും കൂടെ നടക്കാനും ആഗ്രഹമുള്ളവരായി തീരുന്നുണ്ട്. ഇതൊക്കെയാണ് ജീവിതത്തിൽ ഏറ്റവും വളരെ സന്തോഷം എന്ന് പറയുന്നത്. ഭർത്താവ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മോടൊപ്പം സഹകരിക്കുകയും നമ്മളോടൊപ്പം സംസാരിച്ചിരിക്കുകയും അടുക്കളയിലൊക്കെ വരികയാണെങ്കിൽ നമ്മളോടൊപ്പം നിന്ന് എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ സഹായിക്കുകയും കറി ഉണ്ടാക്കുന്നതിന് സഹായിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ വളരെ സന്തോഷം. പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് പറയും, അവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയുകയും ചെയ്യുന്നതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അത് വീട്ടിലുള്ള അപ്പനും അമ്മയും നമ്മുടെ മക്കൾക്ക് കൂടി കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് അവർക്കും
ഒരു സന്തോഷം വരുന്നത്. അപ്പം ജീവിതത്തിൽ സന്തോഷം വരണമെങ്കിൽ പരസ്പരം വീട്ടുകളിൽ തന്നെ സന്തോഷമായിരിക്കുകയാണ് വേണ്ടത്. മദ്യപാനം ദൂഷ്യമാണ്, ദോഷമാണ്, ശരീരത്തിന് ഹാനികരമാണ്. അപ്പോൾ ജീവന് തന്നെ അപായവുമാണ്. അതെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമസ്കാരം.